നിങ്ങൾക്കൊരു 30 സെക്കൻഡ് സമയത്ത് നിങ്ങളിതൊന്ന് കണ്ടോക്കൂ. BJP പാർട്ടിയുടെ ആനുവൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. നമ്പേഴ്സ് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന നമ്പേഴ്സാണ് അതിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് BJP വീണ്ടും ഭരണത്തിൽ വരുന്നുള്ള ഉത്തരം നിങ്ങൾക്ക് ഇതിൽ വളരെ ഈസി ആയിട്ട് കിട്ടും. ഫസ്റ്റ് തന്നെ അവരുടെ ഇൻകം സോഴ്സ് നോക്കാം. 2025 അവർക്ക് കോൺട്രിബ്യൂഷൻ വഴി മാത്രം ലഭിച്ചിട്ടുള്ളത് ഏകദേശം 6124 കോടിയാണ്. 2024 ഏകദേശം 3900 കോടിയോളം ആയിരുന്നു. ഇനി ഇവരുടെ എക്സ്പെൻഡിച്ചേഴ്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ അല്ലെങ്കിൽ അവരുടെ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയിട്ട് അവർ 2024 ചിലവാക്കിയത് 1700 കോടിയാണെങ്കിൽ 2025 ഏകദേശം 3300 കോടിയോളം ചിലവാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു അഡ്വർടൈസ്മെന്റ് ചിലവാക്കിയിട്ട് 2100 കോടിയാണ്. ഇനി ട്രാവൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 600 കോടിയാണ്. റെസ്റ്റ് അതർ ക്യാമ്പയിൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇത്രയും എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട്. ബട്ട് ഹിയർ ഇസ് ദ ബിഗ് തിങ്, ദേ ആർ സിറ്റിംഗ് ഓൺ 10,000 crores. നിങ്ങളൊന്ന് ചിന്തിക്കണം, 10,000 crores ക്യാഷ് ഓൺ ഹാൻഡ് ആയിട്ടാണ് അവർ ഇരിക്കുന്നത്. ആ ഒരു എമൗണ്ട് മാത്രം അവർ ബാങ്കിലിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് ഏകദേശം 634 കോടിയാണ്. ഇതാണ് പവർ, ഇതാണ് സ്കെയിൽ ചെയ്യാൻ അവരെ സഹായിക്കുന്നത്, ഇതാണ് ഇലക്ഷൻ എല്ലാം അവർ മാറ്റിമറിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസുകളുണ്ടോ, റോപ്വേയിൽ നിന്ന് 13 കോടി മുഖ്യ കേസ്, കഴിഞ്ഞ ദിവസം വാട്ടർ ടാങ്ക് പൊട്ടി ഏകദേശം 21 കോടി വെള്ളത്തിലായത്. ഇവരുടെ കറപ്ഷനൊന്നും ഒരു കണക്കുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും BJP ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്നെ സുഡാപ്പിയും ജിഹാദിയൊക്കെ ആക്കിയത് കൊണ്ട് എനിക്കിത് പറയാനുള്ള അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നി. ഈ 13 കോടിയും 21 കോടിയും 1700 കോടി ബീഹാറിലെ പാലം പൊളിഞ്ഞു വീണ്ടും ചിലവാക്കിയതൊന്നും ഒരു വലിയൊരു അഴിമതിയല്ലാന്ന് എനിക്കറിയാം. ഇതിനേക്കാൾ വലിയ അഴിമതിയും ഇതിനേക്കാൾ വലിയൊരു കോൺട്രിബ്യൂഷൻ വരാനുള്ള വഴികളും അവർ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പാർട്ടിയും വളരേണ്ടത് അഴിമതി പണത്തിലൂടെയല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ടാക്സ് അടക്കുന്ന എമൗണ്ട് ആണ് ഈ ഒരു അഴിമതിയിലൂടെയും നമ്മളെ വിറ്റും ഇവർ ക്യാഷ് ഉണ്ടാക്കുന്നത്.